ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം അല്ലെങ്കിൽ നമ്മളൊരു പുതിയ വാഹനത്തിൻ്റെ റിവ്യൂസൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ വാഹനത്തിൻ്റെ ബ്രൗഷറും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വിത്ത് ESP എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഫെമിലിയറാണ്. ഹിൽ ഹോൾഡ്, അതായത് ഹില്ലിൽ ഹോൾഡ് ചെയ്യും, സിമ്പിളാണ്. എന്നാൽ എന്താണ് ESP എന്ന് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. എന്താണ് ശരിക്കും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം? ഈ രണ്ട് കാര്യങ്ങളുടെ ഒന്ന് ചേരുന്ന സമയത്ത് എന്താണ് നമുക്കവിടെ കിട്ടുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അറിയാൻ സാധിക്കും. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ MJ Tech. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് ആ വാക്കിൽ നിന്ന് തന്നെ വളരെ ഫെമിലിയറാണ് ഹിൽ ഹോൾഡ്. അതായത് ഒരു കയറ്റത്തിലോ അതല്ലെങ്കിൽ ഒരു ഇറക്കത്തിലോ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഫംഗ്ഷൻ. അപ്പോൾ എന്തിനാണ് ഈ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് നമുക്കൊന്നും അറിയാം. അതായത് ഒരു മാനുവൽ വാഹനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാനുവൽ വാഹനമാണ്, നമ്മളൊരു കയറ്റത്തിൽ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. കയറ്റത്തിൽ ബ്രേക്ക് ഔട്ട് നിർത്തി ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വാഹനം കുറച്ച് പുറകോട്ട് പോകും. എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നല്ലൊരു കുത്തനെയുള്ളൊരു കയറ്റമാകട്ടെ അല്ലെങ്കിൽ കുത്തനെയുള്ളൊരു ഇറക്കമാകട്ടെ, ഈ രണ്ട് സിറ്റുവേഷനിൽ ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ബ്രേക്കിൽ നിന്നും കാലെടുത്ത് കഴിഞ്ഞ് ആക്സിലറേറ്ററിലോട്ട് കൊടുക്കുന്ന സമയത്ത്, അതായത് ക്ലച്ച് അപ്ലൈ ചെയ്ത് ഫസ്റ്റിലാണ് ഇട്ടിരിക്കുന്നത്, ക്ലച്ച് ചെയ്യുന്ന പതുക്കെ കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുക്കുന്ന ഒരു ടൈം, അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുക്കുന്ന ഒരു സമയം വാഹനം ഒരു അല്പം പുറകോട്ട് പോരും. ഇങ്ങനെ പുറകോട്ട് പോകുന്ന പലർക്കും പേടിയുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൽ നിർത്താൻ അറിയാൻ മേലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ ഇനിയൊരു ഫീച്ചർ തന്നെ ആയിട്ടുണ്ട്, അതായത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്നും കാലെടുത്ത് ആക്സിലറേറ്റർ കൊടുക്കുന്നവരെ ഏകദേശം ഒരു 3 സെക്കൻഡ്, ഏകദേശം അല്ല 3 സെക്കൻഡ് വരെ നമുക്ക് കിട്ടും. 1, 2, 3. ബ്രേക്കിൽ നിന്നും കാലെടുത്ത് കഴിഞ്ഞാൽ 1, 2, 3. അത് കഴിഞ്ഞാൽ മാത്രം ബ്രേക്ക് റിലീസ് ആകത്തുള്ളൂ. ആ ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട് ബ്രേക്കിൽ നിന്നും ആക്സിലറേറ്ററിലോട്ട് കാല് കൊടുക്കാൻ വേണ്ടി കിട്ടുന്നൊരു സമയം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഡ്വാൻറ്റേജ് ആണെന്ന് വെച്ചാൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉള്ള സമയത്ത് വാഹനം ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചിൽ നിർത്താൻ അറിയാൻ മേലാത്ത ആൾക്കാർക്കാണെങ്കിലും ഏറ്റവും വലിയ ഉപകാരമുള്ളൊരു കാര്യമാണ്. ഇത് മാനുവൽ വാഹനത്തിന് മാത്രമല്ല, ഓട്ടോമാറ്റിക് വാഹനങ്ങളിലും ഈ പറഞ്ഞൊരു ഫീച്ചർ അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് വാഹനം ഒരു കയറ്റത്തിൽ നിർത്തി കഴിഞ്ഞാൽ പുറകോട്ട് പോരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോരും. AMT വാഹനങ്ങൾ, AGS വാഹനങ്ങളൊക്കെ ബ്രേക്കിൽ നിന്നും കാലെടുത്താൽ കുറച്ചൊന്ന് ബാക്കിലോട്ട് വരും. ഈ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നതായിരിക്കും ഈ പറയുന്ന പോലെ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഹിൽ ഹോൾഡ് അസിസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ കൂടി ഇട്ടേക്കുക. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ കാര്യം വരുന്നത് ESP, അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. എന്താണ് ശരിക്കും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം? ശരിക്കും അതൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. അതായത് സേഫ്റ്റി ഫീച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒരു സേഫ്റ്റി ഫീച്ചർ ആണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഫീച്ചറാണ് ESP, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം 4 കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. 4 കാര്യങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത്, ഇത് ശരിക്കും എന്താണ് ESP എന്ന് പറഞ്ഞാൽ സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ സേഫ്റ്റി ശരിക്കും ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വാഹനം സ്കിഡായി പോകാതിരിക്കാൻ വേണ്ടി, അതായത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടി. ഈ തെന്നുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അതിനകത്ത് ABS ഉറപ്പായിട്ടും വരും, ബ്രേക്കിങ്ങിൻ്റെ സമയത്ത് സ്കിഡാകാതിരിക്കാൻ. അത് മാത്രമല്ല, പക്ഷേ ABSൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം സഡനായിട്ടുള്ള ബ്രേക്കിംഗ് അല്ലെങ്കിൽ നോർമൽ ബ്രേക്കിങ്ങിൽ ഏതെങ്കിലും ഒരു ടയർ ലോക്കായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ചരലുണ്ടെന്നുണ്ടെങ്കിൽ ആ ടയർ മാത്രം ലോക്കായി കഴിഞ്ഞാൽ വാഹനം സ്കിഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്കിഡിങ് ഒഴിവാക്കുക. അതായത് ഏതെങ്കിലും ടയർ ലോക്കായിട്ടുണ്ടെങ്കിൽ ആ ടയറിലോട്ട് മാത്രം അഡീഷണലായിട്ട് പൾസേഷൻ കൊടുക്കും. അതായത് ബ്രേക്ക് വിട്ട് പിടിക്കാനുള്ളൊരു ഫങ്ഷനിങ് ആണ് ABS ചെയ്യുന്നത്. ഈ ABSൻ്റെ ഫംഗ്ഷൻ ശരിക്കും ESPക്കകത്ത് വരുന്നുണ്ട്. അടുത്ത് വരുന്നതാണ് ട്രാക്ഷൻ കൺട്രോൾ. ട്രാക്ഷൻ കൺട്രോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം നമ്മൾ സ്ട്രെയിറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഒരു സൈഡ് മാത്രം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സ്ലിപ്പ് ആവുന്നുണ്ട്, മറ്റേ സൈഡിലോട്ട് ട്രാക്ഷൻ പോകത്തില്ല. അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു മഡിലെങ്കിലും ഒരു മഡ് പോർഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാഹനം ചുമ്മാ കറങ്ങാണല്ലോ, ഒരു ടയർ കറങ്ങാണ് മറ്റേ സൈഡിലോട്ട് ഒരു ട്രാക്ഷൻ പിടുത്തം പോകത്തില്ല. അതേ സ്ഥാനത്ത് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് അതായത് ട്രാക്ഷൻ മാറ്റി കൊടുക്കും. അതായത് നമ്മുടെ ഡ്രൈവ് അപ്പുറത്തോട്ടും കൊടുക്കും. ഇങ്ങനൊരു ഫംഗ്ഷനെയാണ് ട്രാക്ഷൻ കൺട്രോൾ. അതായത് ട്രാക്ഷനെ കൺട്രോൾ ചെയ്ത് ഓവറായിട്ട് ടയർ സ്പിൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യം. ഇതും ESPക്കകത്ത് വരുന്നതാണ്. അടുത്ത് വരുന്നതാണ് സ്റ്റെബിലിറ്റി. അതായത് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മളൊരു വാഹനം നന്നായിട്ടൊരു വളവ് തിരിക്കുകയാണ്. ഒരു വളവ് തിരിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് തിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ വാഹനം ഒരു സൈഡ് കൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ബാക്കിൽ ഏതെങ്കിലും ഒരു ടയറിൻ്റെ കറക്കം കൂടുതൽ വരുന്നുണ്ട്, അത്രയും സ്പീഡിൽ നമ്മൾ വരുന്നുള്ളതുകൊണ്ട് ആ ഒരു ടയറിൻ്റെ കറക്കത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബ്രേക്കിൻ്റെ അസിസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ടയറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കിങ്ങിനെ കൺട്രോൾ ചെയ്ത് വാഹനം ഒരു കാരണവശാലും ഒരു ട്രാക്കിൽ നിന്ന് മാറിപ്പോ അല്ലെങ്കിൽ സ്കിഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു ഫംഗ്ഷനാണ് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി കൺട്രോളും ഇതിനകത്ത് തന്നെ വരുന്നതാണ്. പിന്നെ 4ാമത്തെ പോയിന്റ്, ഇതിന് ബ്രേക്ക് അസിസ്റ്റും കൂടെ വരുന്നുണ്ട്. ABSO ഈ പറഞ്ഞ ട്രാക്ഷനോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഒന്നും അല്ലാതെ ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. സഡനായിട്ടുള്ള ബ്രേക്കിംഗ് വരുന്ന സമയത്ത് വാഹനം സ്കിഡായി പോകാതിരിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ബ്രേക്കിനും കൂടെ അസിസ്റ്റ് ചെയ്യിക്കാനും കൂടെ ഉള്ള ഫംഗ്ഷൻ ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോട് കൂടിയിട്ടാണ് ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമുക്ക് ശരിക്കും ഓരോ വാഹനങ്ങൾക്കും ഇപ്പോൾ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു സംശയം അല്ലെങ്കിൽ എന്താണ് ESP എന്ന് പറയുന്നതും എന്താണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്നുള്ളൊരു കാര്യത്തിലൊരു സംശയം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ആയിട്ട് ഇട്ടേക്കുക.